ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ആം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈസിനെ കുറിച്ച് നോക്കിയായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ആം എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം ഈസ് പറഞ്ഞ പോലെ തന്നെയാണ് ആം എന്നതിൻ്റെ അർത്ഥം ആണ് എന്നാണ്. ഓക്കെ, പക്ഷേ ആം എന്തിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആം ഐയുടെ കൂടെ മാത്രമേ ആം യൂസ് ചെയ്യത്തുള്ളൂ. അതായത് ഐ ആം എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. ആം വേറെ ഒന്നിൻ്റെയും കൂടെ ഉപയോഗിക്കത്തില്ല. ആം എപ്പോഴും ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെയാണ്. ഓക്കെ, ഇനി ആം എന്തിനൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പം ആം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. ഇപ്പം ഐ ആം രാഹുൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഹുലാണ്. അപ്പോൾ ഒരാളുടെ പേര് പറയാം, ആം യൂസ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ അയാൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഐ ആം എ സ്റ്റുഡൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ, ഓക്കെ, ജോലി, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതുകൂടാതെ ആം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മളുടെ ആ ഫീച്ചേഴ്സ്, അതായത് ഐ ആം ടോൾ, അതുപോലെ ഐ ആം ഫാറ്റ്, അങ്ങനത്തെ ഉള്ള ഫീച്ചേഴ്സ് പറയാൻ പറ്റും. അതുപോലെ ഏജ് പറയാൻ പറ്റും. ഐ ആം 20 years old, അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ആം യൂസ് ചെയ്ത് നമുക്ക് ഒരാളിപ്പം എവിടെയാണ് അയാളുടെ ലൊക്കേഷൻ പറയാൻ പറ്റും. അതായത് ഐ ആം അറ്റ് ഹോം, അല്ലെങ്കിൽ ഐ ആം ഇൻ ദ ഓഫീസ്. ഓക്കെ, ഞാനിപ്പോൾ എവിടെയാണെന്ന് പറയാനും നമ്മൾ ആം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആം യൂസ് ചെയ്ത് നമ്മളിപ്പം ആരുടെ കൂടെയാണ്, ഞാനിപ്പോൾ ആരുടെ കൂടെയാണ് എന്ന് പറയാനും ആം യൂസ് ചെയ്യാം. അതായത് ഐ ആം വിത്ത് മൈ ഫ്രണ്ട്, ഓക്കെ, ഐ ആം വിത്ത് മൈ ബ്രദർ. അപ്പം ഞാൻ ആരുടെ കൂടെയാണ് എന്ന് പറയാനും ആം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആം യൂസ് ചെയ്ത് ഒരു റിലേഷൻ പറയാം. അതായത് ഇപ്പം ഐ ആം ഹിസ് ബ്രദർ, ഓക്കെ, ഞാൻ അയാളുടെ ബ്രദറാണ്. അപ്പം ആം യൂസ് ചെയ്ത് നമുക്ക് ഒരു റിലേഷൻ പറയാൻ പറ്റും. ഐ ആം ഹിസ് ഫ്രണ്ട്, ഞാൻ അവൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആം യൂസ് ചെയ്ത് നമുക്ക് ഒരു റിലേഷനും പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ആം യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ആം യൂസ് ചെയ്ത് നമ്മളുടെ ഇപ്പോഴുള്ള ഇമോഷൻസ് പറയാം. അതായത് ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി. ഞാൻ സാഡാണ്, ഐ ആം സാഡ്. ഐ ആം എക്സൈറ്റഡ്, ഐ ആം സർപ്രൈസ്ഡ്, ഐ ആം ഷോക്ക്ഡ്. അതുപോലെ ഐ ആം ടയേർഡ്. അപ്പം അങ്ങനെ തുടങ്ങിയ ഇമോഷൻസും പറയാൻ പറ്റും. അപ്പം ആം യൂസ് ചെയ്ത് ആണ് എന്നാണ് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത്. അത് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ഓക്കെ, അപ്പം ഐയുടെ കൂടെ മാത്രമേ നമ്മൾ ആം യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആമിൻ്റെ കൂടെ നോട്ടും കൂടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ രാഹുലല്ല, ഐ ആം നോട്ട് രാഹുൽ. ഓക്കെ, ഞാൻ ഹാപ്പി അല്ല, ഐ ആം നോട്ട് ഹാപ്പി. ഓക്കെ, അപ്പം ഞാൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് എന്ന് ഉപയോഗിക്കാം. അതുപോലെ ഞാൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, അപ്പം അതായത് ഞാൻ ആണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ആം ആദ്യം യൂസ് ചെയ്യണം, രണ്ടാമത് ഐ യൂസ് ചെയ്യണം. ആം ഐ, അങ്ങനെ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ നമുക്കിപ്പം ഞാൻ രാഹുൽ ആണോ എങ്ങനെ ചോദിക്കും? ആം ഐ രാഹുൽ. ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണോ എങ്ങനെ ചോദിക്കാം? ആം ഐ എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഹാപ്പിയാണോ? ആം ഐ ഹാപ്പി. ഓക്കെ, ഇനി ഞാൻ അല്ലേ എന്നെങ്ങനെ ചോദിക്കും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആം നോട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആം പറയും, അത് കഴിഞ്ഞിട്ട് ഐ പറയും, അത് കഴിഞ്ഞിട്ട് നോട്ട് പറയും. ആം ഐ നോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ അല്ലേ എന്നാണ്. ഇപ്പം ഞാൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആം ഐ നോട്ട് ഹാപ്പി. ഓക്കെ, ഞാൻ നിൻ്റെ സുഹൃത്തല്ലേ? ആം ഐ നോട്ട് യുവർ ഫ്രണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ആം ആണ് നോക്കിയത്. ആം എന്ന് വെച്ചാൽ ആണ് എന്നാണ്. ആം എപ്പോഴും ഉപയോഗിക്കുന്നത് ഐ, ഓക്കെ, അതായത് ഞാൻ, അതിൻ്റെ കൂടെയാണ് ആം യൂസ് ചെയ്യുന്നത്. ആം യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആം ആദ്യം പറയുക, ആം ഐ എന്ന് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇനി ഞാൻ അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് എന്ന് വേണം പറയാൻ. അതുപോലെ ഞാൻ അല്ലേ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആം ഐ നോട്ട് എന്ന് വേണം ആദ്യം തുടങ്ങാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.